ഭൂലോക വിഷജന്തുവായിട്ടുള്ള അനാമികേനെ കൂട്ടുപിടിച്ചിട്ട് പുതിയൊരു വിഷജന്തുവായി മാറിയിരിക്കുകയാണ് ദേവയാനി. ആ ദേവയാനിയുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ജീവനായിട്ടുള്ള കരൾ ദാനം ചെയ്തിരിക്കുകയാണ് നയനമോള്. നയനയുടെയും ദേവയാനിയുടെയും ഓപ്പറേഷൻ കഴിഞ്ഞു. ഡോക്ടർ പുറത്തു വന്നിട്ട് ആദർശനോട് പറയാണ്, മരുമകളുടെ കർത്തവ്യം കൃത്യമായി നിർവഹിച്ചു. ഇനി അമ്മയുടെ ജീവനും ആരോഗ്യത്തിനും വേണ്ടിയിട്ട് ഭഗവാനോട് നന്നായിട്ട് പ്രാർത്ഥിക്കാൻ ആദർശനോട് ഡോക്ടർ പറഞ്ഞിട്ട് പോവാണ് കേട്ടോ. ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് നയനയുടെ അമ്മ വന്നിട്ട് ആദർശനോട് വിങ്ങി പൊട്ടിയിട്ട് പറയുകയാണ്, എൻ്റെ മോളുടെ ജീവൻ കളഞ്ഞുകൊണ്ട് നിൻ്റെ അമ്മേനെ രക്ഷിച്ചില്ലേ, ഇനിയെങ്കിലും എൻ്റെ മോളെ ഒന്ന് മനസ്സിലാക്ക്. അപ്പോൾ ആദർശ് പറയണം, അമ്മ ഞാൻ മനസ്സിലാക്കുന്നുണ്ട്, മോൻ മനസ്സിലാക്കിയാൽ മാത്രം പോരാ, ആ വീട്ടിലുള്ള ആളുകളെല്ലാവരും ഒന്നും മനസ്സിലാക്കണം. എൻ്റെ മോളെ വെറുതെ കോമാളിയാക്കാനും കുരങ്ങളിപ്പിക്കാനും വേണ്ടി മാത്രം ഉപയോഗിക്കരുത് മോനെ. നിങ്ങൾക്കൊക്കെ അവളൊരു ബുദ്ധിമുട്ടാണെങ്കിൽ ഒരു കാര്യം ചെയ്തു എൻ്റെ മോളെ എൻ്റെ കുടുംബത്തിലേക്ക് പറഞ്ഞു വെച്ചോ, ഞങ്ങൾ ബാക്കിയുള്ള കാലം ഞങ്ങൾക്ക് പറ്റണ പോലെ നോക്കിക്കോളാം. ആ അമ്മ കരഞ്ഞുകൊണ്ട് പറയുന്ന സമയത്ത് ആദർശിന് മറുപടി ഒന്നുമില്ല. ആദർശ് അവിടെ ഒരു മൂലയിൽ പോയി കുത്തിയിരുന്നിട്ട് തലയിൽ കൈ വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കാൻ കേട്ടോ. മോനെ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. അഥവാ എൻ്റെ മോളെ അങ്ങോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കണം, ആ ഒരു കുടുംബത്ത് ഒരു അംഗത്വമെങ്കിലും എൻ്റെ മോൾക്ക് നിങ്ങൾ തരണമെന്ന് ആ അമ്മ കരഞ്ഞിങ്ങനെ പറയാണ്. ആദർശിനൊന്നും പറയാൻ പറ്റുന്നില്ല. എന്തായാലും അഹങ്കാരിയായിട്ടുള്ള ദേവയാനിക്ക് ഇപ്പോൾ നല്ല സന്തോഷമായിട്ടുണ്ടാവും. ഇനിയെങ്കിലും ദേവയാനി ഒന്ന് മനസ്സിലാക്കുക, നയന എന്ന് പറയുന്ന പെൺകുട്ടി ദേവയാനിക്ക് ചോര തന്നു, കരൾ തന്നു, ഇനി എന്താ തരേണ്ടത്, ഇനി ഹൃദയം വേണോ, അതും പറിച്ച് തരാൻ തയ്യാറാണെന്ന് മുത്തശ്ശി പറയുക കൂടി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പ്രൊമോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ച് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ.